എവിടെ നിന്നോ ഒഴുകിയെത്തിയ സംഗീതം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. സമയം നോക്കിയപ്പോൾ 4 മണി. ആരെ ഈ നേരത്തെ മ്യൂസിക് പ്ലേ ചെയ്തത് എന്നോർത്ത് ഞാൻ എണീറ്റ് മുറിക്ക് പുറത്തിറങ്ങി. മുകളിൽ നിന്നാണ്. അങ്ങോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ കഥാനായിക ആടി തിമർക്കുകയാണ്. ഈശ്വര, ഇനി ഇവളാണോ മാടമ്പള്ളിയിലെ മാനസിക രോഗി? ഇനിയിപ്പോൾ സണ്ണി ഡോക്ടറും നകുലനും ഒക്കെ ഞാൻ തന്നെ ആവേണ്ടി വരുമോ? പെണ്ണാണെങ്കിൽ ഞാൻ വന്നതെന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് മ്യൂസിക് അങ്ങ് ഓഫ് ചെയ്തു. അവൾ നൃത്തം അവസാനിപ്പിച്ച് എന്നെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. ഡോ, താനിപ്പോൾ എന്താ ചെയ്തേ? നീ ആരാടി? നാഗവല്ലിയോ? എൻ്റെ ഉറക്കം കളയാൻ മനഃപൂർവ്വം നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുവല്ലേ? ഡോ, അനാവശ്യം പറയരുത്. നാഗവല്ലി തൻ്റെ കെട്ടിയോള്. ആ, അത് തന്നെയാ പറഞ്ഞേ. ഞാൻ പെറുപുറത്തു. ഡോ, ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ മ്യൂസിക് ഓഫ് ആക്കിയതെന്ന്? വേണമെന്ന് വെക്കുമ്പോൾ തലയിൽ കയറുന്നു. ഞാൻ അവളുടെ കൈ പിടിച്ച് തിരിച്ചു. കയ്യിന്ന് വിടറോ? വിടാ, പക്ഷെ ലേലുവല്ലു ലേലുവല്ലു എന്ന് മോളൊന്ന് പറ, ചേട്ടൻ കേൾക്കട്ടെ. അയ്യോ, ലേലുവല്ലു ലേലുവല്ലു, കയ്യിന്ന് വിട്. അവൾ മോഹൻലാൽ സ്റ്റൈലിൽ പറയുന്നത് കേട്ട് എനിക്ക് ചിരി വന്ന് ഞാൻ കൈവിട്ടു. നീ പോടാ കടുവേ. അവൾ അതും പറഞ്ഞ് പുറത്തേക്ക് ഓടി. നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. ഞാൻ റൗണ്ട്സ് കഴിഞ്ഞ് വരുമ്പോൾ പെണ്ണ് മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. കൂടെ ആ മരങ്ങോടനുണ്ട്. രണ്ടും കാര്യമായ ചർച്ചയിലാണ്. സംഭവം എനിക്ക് അവൻ്റെ പ്രസൻസ് അത്ര ഇഷ്ടമാവുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ എന്നെ കണ്ടിട്ടും കാണാത്ത പോലെ നിൽക്കുന്ന അവളെ കാണുമ്പോൾ ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ, എന്തേ മീറ്റിങ്ങിന് കാണാഞ്ഞേ? ആ കട്ടുറുമ്പാണ് എന്നോട് ചോദിച്ചത്. അത് പിന്നെ OP കൂടുതലായിരുന്നു. പിന്നെ ഇതത്ര ഇമ്പോർട്ടൻസ് അല്ലല്ലോ. പേഷ്യൻസിൻ്റെ കെയർ, അതാണ് നമുക്ക് പ്രാധാന്യം. ഓക്കെ ഡോക്ടർ, ക്യാരി ഓൺ. ഓക്കെ. ഇത്രയൊക്കെ ദീപകനോട് സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് അവളുടെ മുഖത്തായിരുന്നു. എന്നാൽ ആ കുരിപ്പ് ഈ ലോകത്തൊന്നും അല്ല എന്ന ഭാവനെ അങ്ങ് നിൽക്കണു. അവൻ രണ്ടാളും നടക്കാൻ തുടങ്ങിയതും അവളുടെ കാല് സ്ലിപ്പായി വീഴാൻ പോയി. ഞാൻ എത്തുന്നതിന് മുൻപേ ദീപക് അവളെ പിടിച്ചിരുന്നു. ഒരു നിമിഷത്തേക്ക് ആ നിൽപ്പ് എൻ്റെ ചങ്കിൽ തറച്ചു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ പിടിപിടിവിച്ചു. നേരെ നിന്നു. എന്താനു, നോക്കി നടക്കണ്ടേ? അത് ദീപു, ഞാൻ അറിയാതെ കാല് സ്ലിപ്പായതാ. മറുപടി അവനോടായിരുന്നുവെങ്കിലും അവളുടെ നോട്ടം എന്നിലായിരുന്നു. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് മിസ് അനുപമ വിശ്വനാഥൻ, നീ എൻ്റെ മീര തന്നെയാണ്. പക്ഷേ എന്തിനീ നാടകം? ഒരു നിമിഷത്തേക്കെങ്കിലും നിന്നെ തെറ്റിദ്ധരിച്ചു, അതൊക്കെ തെറ്റ് തന്നെയാ. അതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ മനുവേട്ടനെ കണ്ടിരുന്നു. കാണാത്ത പോലെ അങ്ങ് പോകാമെന്ന് കരുതിയപ്പോഴാണ് ദീപു അങ്ങേരോട് സംസാരിക്കാൻ നിന്നത്. പിന്നെ എൻ്റെ കാല് സ്ലിപ്പായതും ദീപു എന്നെ താങ്ങി പിടിച്ചതൊന്നും മൂപ്പർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമാണ്. പക്ഷെ എനിക്ക് മുന്നിൽ മറ്റു വഴികളില്ല. അന്നത്തെ രാത്രി എൻ്റെ മുന്നിൽ വീണ്ടും വന്നു. മുഖം കറുത്ത തുണി കൊണ്ട് മറച്ച് അയാൾ ഹിമയ്ക്ക് നേരെ കൈ ചൂണ്ടി ആക്രോശിക്കുകയാണ്. പിടിച്ചു കെട്ടവളെ. വീണ്ടും അതേ ദൃശ്യം. പെട്ടെന്നെന്തോ ഓർത്ത് ഞാൻ ഐസക് സാറിനെ കോൾ ചെയ്തു. ഹലോ. ഹലോ സർ, ഞാൻ മീരയാണ്. ആ പറയൂ മീര. അത് സർ, അന്ന് പറഞ്ഞില്ലേ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർക്കർ? യെസ് സർ, അത് അയാളുടെ വലതു കൈയിലെ ചൂണ്ടുവിരലിൽ ഒരു ചുവന്ന കല്ലിൽ കറുപ്പ് നാഗശില്പം കൊത്തിയ മോതിരമുണ്ട്. അത് കേട്ട് ഐസക് ഒന്ന് ഞെട്ടി. ഓക്കെ മീര, കൂടുതൽ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ടേക്ക് കെയർ. ഓക്കെ സർ. കോൾ കഴിഞ്ഞ് പുറകിലോട്ട് തിരിഞ്ഞ് ഞാൻ ഞെട്ടി. മനുവേട്ടൻ. എൻ്റെ മഹാദേവ, ഇങ്ങനെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു കാണുമോ? എന്താ ഡോക്ടർ? ഞാൻ ഒരുവിധം ധൈര്യം സംഭരിച്ച് ചോദിച്ചു. നത്തിങ്. പിന്നെന്താ ഇവിടെ? ഇതെന്ത് ചോദ്യം മാഡം? ലിഫ്റ്റിൽ എന്തിനാ കയറുന്നെന്ന് അറിയില്ലേ? എൻ്റെ മറുപടി കേട്ട് പെണ്ണന്തം വിട്ട് നിൽപ്പുണ്ട്. പിന്നെ അവളുടെ ഒടുക്കത്തെ കൽപ്പുമൂട് എടുത്തിട്ട് തിരിഞ്ഞു നടന്നു. എന്നാൽ ലിഫ്റ്റ് പോകാൻ തുടങ്ങിയതും പെണ്ണ് കണ്ണൊക്കെ ഇറുക്കടച്ച് നിൽപ്പുണ്ട്. എനിക്കത് കണ്ട് ചിരിയാണ് വന്നത്. ഡോ, താൻ എന്തിനാ ചിരിക്കണേ? പിന്നെ ഇമാതിരി കോപ്രായം കാണിച്ച ആരായാലും ചിരിച്ചു പോകും. ഈ പേടി നിനക്ക് ഇപ്പോഴും മാറിയില്ലേ എൻ്റെ തീപ്പെട്ടിക്കൊള്ളിയെ? തീപ്പെട്ടിക്കൊള്ളി തൻ്റെ ബാക്കി പറ. പെട്ടെന്ന് എന്തോർത്ത് അവൾ തിരിഞ്ഞു നിന്നു. ഒരു നിമിഷത്തേക്ക് എൻ്റെ മീരയെ തിരിച്ചു കെട്ടി ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവളുടെ കൈ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു പെണ്ണൊന്ന് ഞെട്ടിയിട്ടുണ്ട്. എൻ്റെ സാമീപ്യത്തിൽ ആ ഹൃദയതാളം മാറുന്നത് കേൾക്കുമ്പോൾ അറിയാതെയെങ്കിലും എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. മെല്ലെ ഞാൻ അവളുടെ കാതോരം ചെന്ന് മന്ത്രിച്ചു. ഹാർട്ടിപ്പോൾ പുറത്തേക്ക് ചാടുവല്ലോടോ. ഒരു നിമിഷം ആ മുഖത്ത് വിരിഞ്ഞ ഭാവം നാണമാണോ, ദേഷ്യമാണോ, സന്തോഷമാണോ, അതോ സങ്കടമാണോ എന്നറിയില്ല. പെട്ടെന്ന് ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ആയതും പെണ്ണെന്നെ തള്ളി മാറ്റി അവളുടെ അമ്മൂമ്മയുടെ ആ കലിപ്പുമോടെ ഓണാക്കി പോയി. നീ ചെല്ലുമോളെ, ചേട്ടൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഫോണിൽ സംസാരിച്ചതൊക്കെ ആ കടുവ കേട്ടെന്നറിയാനാണ് താൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചത്.
അപ്പോൾ അങ്ങേരുടെ ഒരു ഒടുക്കത്തെ തഗ് ഡയലോഗ്. അത് കഴിഞ്ഞ് ഞാൻ ലിഫ്റ്റിനുള്ളിൽ നിന്ന് പേടിച്ച് കണ്ണടച്ചപ്പോൾ കിളിക്കുന്നു. ലിഫ്റ്റ് പണ്ടേ എനിക്ക് പേടിയാ, അത് ആ അസുരനും അറിയാം. എന്നിട്ടും നിന്ന് കിളിക്കണേ. പിന്നെ വായിൽ വന്നത് ഞാനും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാണ് അബദ്ധമായെന്ന് മനസ്സിലായത്. അപ്പോൾ ദേ എന്നെ പിടിച്ച് നെഞ്ചിലിട്ടേക്കുന്നു. ഞാനാകെ ഷോക്കായി. പിന്നെ റിലാക്സ് ആയപ്പോഴേക്കും ലിഫ്റ്റ് ഓണായി. സത്യം പറഞ്ഞ ആ നെഞ്ചിൽ തല ചായ്ക്കാൻ ഞാനുമേറെ കൊതിക്കുന്നുണ്ട്. എന്നാൽ കുറെ എന്നെ വിഷമിപ്പിച്ചതല്ലേ, അതിനുള്ള കുഞ്ഞു പണി ഞാനും കൊടുക്കണ്ടേ. പക്ഷേ എല്ലാം മനുവേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ പാടില്ല. ഞാൻ കാരണം ഏട്ടനെ കൂടി ഈ ഊരാക്കുടുക്കിലേക്ക് വലിച്ചിടാൻ പാടില്ല. ശത്രു ഇപ്പോഴും ഇരുളിൽ മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആര്, എന്തിന്? ഉത്തരമറിയാത്ത ഒരു പിടി ചോദ്യങ്ങൾ മാത്രം ഇപ്പോഴും ബാക്കി. അവൾ മനസ്സിലോർത്തു. ഇതേ സമയം ഐസക് ആകെ കൺഫ്യൂഷൻ ആയിരുന്നു. മീര പറഞ്ഞ ആ മോതിരം, അത് ഞാൻ എവിടെയോ കണ്ടിരിക്കുന്നു. പക്ഷേ എവിടെ? അയാൾ ഒട്ടനവധി ക്രിമിനൽസിന്റെ ഫോട്ടോ നോക്കി, മീരയുടെ റിലേറ്റീവ്സിന്റെയും നോക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. വന്ന കോപം അടക്കാനാവാതെ തൻ്റെ ടേബിളിലെ സാധനങ്ങളെല്ലാം തട്ടിയെറിഞ്ഞു. കൂട്ടത്തിലൊടിഞ്ഞ് തൻ്റെ ടേബിളിലെ ആ ഫോട്ടോയിലേക്ക് അയാളുടെ ശ്രദ്ധ പതിഞ്ഞു. ഇതാ മോതിരമല്ലേ? മീര പറഞ്ഞ്. ബട്ട് ഇവർ തമ്മിലുള്ള ശത്രുത എന്താ? ഇതാണ് സത്യമെങ്കിൽ കർത്താവേ, ശത്രു നിസ്സാരക്കാരനല്ല. ഐസക് മനസ്സിലോർത്തു. രവിയേട്ടാ, ശ്രീദേവി തെല്ലൊരു സങ്കോചത്തോടെ വിളിച്ചു. എന്താ ദേവി? അത് പിന്നെ നാളെ ഹിമമോൾ പുറത്തിറങ്ങും. അതിന്? രവീന്ദ്രന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അല്ല, അത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. അവർ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. മിണ്ടരുത് നീ. അവൾ ഒരൊറ്റ ഒരുത്തിയാ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും ജീവനും ഇല്ലാതാക്കിയത്. എന്നിട്ടും നീ... ഓ, മീര നിന്റെ കുഞ്ഞല്ലല്ലോ അല്ലേ? അയാൾ കോപം കൊണ്ട് വിറച്ചു. രവിയേട്ടാ, ആ അമ്മയുടെ ഭാവപകർച്ച അയാളെ ഒന്ന് ഞെട്ടിച്ചു. എന്താ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ? മീര എൻ്റെ മോളല്ലെന്നോ? എങ്ങനെ തോന്നി നിങ്ങൾക്കത് പറയാൻ? ഞാൻ പ്രസവിച്ചില്ല എന്നല്ലേ ഉള്ളൂ. എൻ്റെ ചൂടേറ്റല്ലേ എൻ്റെ കുഞ്ഞ് വളർന്നേ. എന്നെയല്ലേ അവൾ അമ്മയെന്ന് വിളിച്ചേ. എല്ലാവരും അവളെ തെറ്റുകാരി എന്ന് വിളിച്ചപ്പോഴും ഞാൻ വിളിച്ചു കൂവിയതല്ലേ എൻ്റെ കുഞ്ഞിന് തെറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്. എൻ്റെ കുഞ്ഞിനൊന്ന് ചേർത്ത് പിടിക്കാൻ പോലും അന്ന് നിങ്ങളെന്നെ സമ്മതിച്ചോ? അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടെ. എന്തിന്? നിങ്ങളെപ്പോലും ഞാൻ സ്വീകരിച്ചത് എൻ്റെ മീരമോൾക്ക് വേണ്ടിയല്ലേ. ഇനി പറയൂ, ഞാൻ മീരയുടെ അമ്മയല്ല എന്ന്. പറയൂ എന്ന്. പിന്നെ ഹിമ, ഞാനൊരമ്മയാ. എൻ്റെ ഒരു കുഞ്ഞിനെ ഈശ്വരൻ നേരത്തെ എടുത്തു. ഇപ്പോൾ മറ്റൊന്നിനെ കൂടി നഷ്ടപ്പെടുത്താനേ വയ്യെനിക്ക്. അന്ന് മീരമോളോട് രവിയേട്ടൻ ചെയ്ത അതേ തെറ്റാ ഇന്ന് ഹിമയോടും രവിയേട്ടൻ ആവർത്തിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഹിമയായിരിക്കില്ല ഇതൊന്നും ചെയ്തത്. എൻ്റെ കുട്ടികൾക്ക് തെറ്റ് ചെയ്യാനാവില്ല. അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. രണ്ട് ശരീരം ഒറ്റ ആത്മാവുമല്ലായിരുന്നു എൻ്റെ മീരയും ഹിമയും. വഴക്കുകൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ഒരാൾക്ക് മറ്റൊരാളില്ലാതെ കഴിയില്ല. ആ അമ്മ മനം വിങ്ങിപ്പൊട്ടി. വീട്ടിലെത്തിയിട്ടും എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മനസ്സപ്പോഴും ആ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നു. മനുവേട്ടൻ്റെ പ്രസൻസ് ഞാൻ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഇനിയും നീട്ടിവെക്കുന്നതിൽ അർത്ഥമില്ല. നാളെ തന്നെ എല്ലാം മനുവേട്ടനോട് പറയണം. മുന്നിലുള്ള ഫയൽ മടക്കി വെച്ച് ഞാൻ എണീറ്റു. പുറത്ത് നല്ല മഴയാണ്. ബാൽക്കണിയിൽ പോയി മഴയത്ത് കണ്ണു നട്ടിരുന്നു. മനസ്സപ്പോഴും പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ആ കടുവയോട് അടികൂടാനേ പിന്നീട് എനിക്ക് നേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഹിമയുമായിട്ട് അങ്ങേർ പെട്ടെന്ന് കമ്പനിയായി. ഹിമ മാത്രം മുത്തുന് മനുക്കുട്ടൻ എന്ന് പറഞ്ഞ തേൻ ഒഴുകും. അമ്മയും അച്ഛനുമൊക്കെ അങ്ങനെ തന്നെ. എന്നാലോ എനിക്ക് മാത്രം കരടാ ആ കടുവ. പ്രതികാരം എന്നോളം ഞാൻ ആ കടുവയുടെ അമ്മയുടെ പുന്നാര വാവാച്ചിയായി. കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലയ്ക്ക് മുകളിൽ ഒരു ബോംബ് പൊട്ടിയത്. ഒരു ദിവസം നിലവിളക്ക് കൊളുത്തി നാമം ചൊല്ലുവായിരുന്നു ഞാനും ഹിമയും. അപ്പോൾ ശാരദാമ്മയാണ് ബോംബ് പൊട്ടിച്ചത്. രവിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ അബദ്ധാവോ? എന്ത് ശാരദയെടുത്തി ഇത്? എന്താന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അല്ല, ഹരിയേട്ടനും ലക്ഷ്മിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ വാക്കാലൊരു കാര്യം പറഞ്ഞു ഉറപ്പിച്ചിരുന്നില്ലേ? അത് മനുവിൻ്റെയും മീരയുടെയും കാര്യമല്ലേ? ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. മീര മനുവിൻ്റേത് തന്നെയാ. എത്രയും പെട്ടെന്ന് ആ ചടങ്ങ് നടത്തണം. നാരായണ. പെട്ടെന്ന് എല്ലാം കേട്ടപ്പോൾ എൻ്റെ നാമജപത്തിൻ്റെ വോയിസ് അങ്ങ് കൂടി. എന്താ മോളെ? ശാരദാമ്മയാണ്. അത് ഞാൻ ദയനീയമായി അച്ഛനെ ഒന്ന് നോക്കി. എൻ്റെ നോട്ടം കണ്ടിട്ടാകണം അച്ഛൻ എന്നോട് അകത്ത് പോകാൻ പറഞ്ഞു. പോണ വഴി ഞാൻ ആ കടുവയെ ഒന്ന് നോക്കി. അവനാകെ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നുണ്ട്. മുറിയിലെത്തിയിട്ടും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആകെ ഒരു വീർപ്പുമുട്ടൽ. ഞാൻ മെല്ലെ കുളക്കടവിലേക്ക് നടന്നു. എനിക്കെന്ത് വിഷമം വന്നാലും ശരി, അവിടെയാണ് വന്നിരിക്കാറ്. എന്നാലും ആ കടുവയെ തന്നെ കിട്ടിയുള്ളൂ എൻ്റെ തലയിൽ ചാർത്താൻ. ഭഗവാനെ,
ഇതിനും ഭേദം ഒരു നെല്ലിക്കാത്തടം എൻ്റെ തലയിൽ വെക്കായിരുന്നു എൻ്റെ മഹാദേവ. അതെടി, ഇതിലും ഭേദം അതായിരുന്നു. നിന്നെ പോലെയൊന്നിനെ സഹിക്കണേലും ഭേദം അതാ. ശബ്ദം കേട്ട് തിരിഞ്ഞപ്പോ അതാ കടുവ നിൽക്കുന്നു. നീ പോടാ കടുവേ. നിന്റെ അച്ഛൻ അങ്ങേരാണല്ലോ ഇപ്പോ എല്ലാം വേണ്ടാത്ത തീരുമാനങ്ങളും എടുക്കണേ. ഡോ, എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാൽ? ആ കടുവതേ അടുത്തേക്ക് വരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒറ്റ ഉന്തങ്ങ് കൊടുത്തു. ദേ കിടക്കുന്നു വെള്ളത്തോട്ട്. പക്ഷെ അപ്പോഴേക്കും ആ കുരങ്ങൻ എൻ്റെ കൈയും പിടിച്ച് വലിച്ചു. എന്തായാലും രണ്ടും കൂടെ ഒരുമിച്ച് കുളത്തിലോട്ട് മറിഞ്ഞു. അനു. പെട്ടെന്നുള്ള വിളിയാണ് ഓർമ്മകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. സീതാൻറ്റി. മോളെ വാ, ഫുഡ് കഴിക്കണ്ടേ? നീ ഇവിടെ നിൽക്കുവാണോ? ദാ വരുന്നു ആൻറ്റി. ഞാൻ ചെന്നപ്പോൾ എല്ലാവരും മുന്നേ കൂട്ടി ഹാജരാണ്. ഓരോ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിച്ചു. അങ്കിളിനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതി, എൻ്റെ പെണ്ണിനെ കണ്ടാൽ മതി എന്ന് കരുതിയാണ് ഇന്നലെ രാത്രി തള്ളി നീക്കിയത്. അതുകൊണ്ട് എമർജൻസി കേസുണ്ടെന്ന് ശാരദ കൊച്ചിനോട് കള്ളം പറഞ്ഞാണ് വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. കാർ പാർക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തീപ്പെട്ടിക്കൊള്ളി നേരത്തെ ലാൻഡ് ചെയ്തിനു. സിമ്പിളായിട്ട് അവിടെ കാറുണ്ട് അവിടെ. നേരെ അവളുടെ ക്യാബിനിലേക്ക് ചെന്നു. മേ ഐ കമിൻ എന്ന് ചോദിച്ച് ഡോറ് തുറന്ന് ഞാൻ ഞെട്ടി. യെസ്, വിശ്വനാഥൻ സാറാണ് അവിടെ ഉണ്ടായിരുന്നത്. വരൂ മിസ്റ്റർ മാധവ്, ഞാൻ ഡോക്ടറെ കാണാൻ ഇരിക്കുമായിരുന്നു. വേറൊന്നുമല്ല, താങ്കൾ ജോയിൻ ചെയ്ത സമയം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എനിവേ, ഗ്ലാഡ് മീറ്റ് യു. അദ്ദേഹത്തിന് കൈകൊടുത്ത് ഞാനൊന്ന് പുഞ്ചിരിച്ചു. അല്ല സർ, മാം. വരും. എന്തേ ഡോക്ടർ? ഒന്നുമില്ല, കുറച്ച് ഫയൽസിൻ്റെ കാര്യം സംസാരിക്കാനായിരുന്നു. എന്ന് ഞാൻ ഇറങ്ങട്ടെ, കുറച്ച് പേഷ്യൻസ് ഉണ്ട്. ഓക്കെ ഡോക്ടർ. അദ്ദേഹത്തിനോട് സംസാരിച്ച് പുറത്തിറങ്ങിയപ്പോഴും ഞാൻ എൻ്റെ തീപ്പെട്ടിക്കൊള്ളിയുടെ വരവും കാത്ത് കുറച്ചു നേരം അങ്ങനെ നിന്നു. ഹായ് ഡോക്ടർ. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഡോക്ടർ ഹരിതയായിരുന്നു. ഹായ്. ഞാനും തിരിച്ച് കൈ കൊടുത്തു. ശരിക്കും ഞാൻ ഡോക്ടറെ കാണാൻ ഇരിക്കുമായിരുന്നു. ശരിക്കും ഡോക്ടർ ഒരു മജീഷ്യനാട്ടോ. ഇത്രയും ചുരുങ്ങിയ നാളുകൊണ്ട് എത്രയും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നേ. പേഷ്യൻസിനൊക്കെ ഇപ്പോൾ ഡോക്ടർ വലിയ കാര്യമാണ്. മാത്രമല്ല, കാർഡിയക് സർജൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇത്ര യങ്ങും ഹാൻഡ്സുമായ ആളാണെന്ന് കരുതിയില്ല. അവൾ പഞ്ചസാരയിട്ട് ഇളക്കുവാണ്. ഇനി നിന്നാൽ ശരിയാവില്ല. കൊക്കത്ര കുളം കണ്ടതാ. ഓക്കെ, താങ്ക്സ്. എന്ന് ഞാൻ പോട്ടെ, പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, സീ യു. അതും പറഞ്ഞ് അവൻ എന്നെ ഹഗ് ചെയ്ത് ഒറ്റ പോക്ക്. ഞാനാകെ പ്ലിങ്കായി. തിരിഞ്ഞു നടക്കാൻ നോക്കിയപ്പോൾ എൻ്റെ തലയിൽ നിന്ന് ഒരു 3-4 കിളി പറന്നുപോയി. മുഖം വീർപ്പിച്ച് നിൽക്കുന്നു എൻ്റെ മാത്രം ശ്രീമതി. മനു, നീ തീർന്നടാ, നീ തീർന്ന്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു.